നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് 2025 പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായിട്ട് 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് USA ഇത്തവണത്തെ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളുള്ള ബൃഹത്തായ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ പലരും പറയുന്നുണ്ട് കളിയുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ്, കലണ്ടർ വളരെ ടൈറ്റാണ്, താരങ്ങൾക്ക് പരിക്ക് പറ്റാൻ സാധ്യത, കളിയെ പിഴിഞ്ഞില്ലാതാക്കുകയാണെന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് ഈ ഒരു കോമ്പറ്റീഷൻ ഇതൊരു ഇന്നൊവേഷനാണ്, ഫുട്ബോളിൽ സംതിങ് ന്യൂ കൊടുക്കണം എങ്കിലാണ് അതിങ്ങനെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പ് അത് ഒരു ഇന്നൊവേഷനാണ്, സംതിങ് ന്യൂ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു ഇറ്റാലിയൻ ഇതിഹാസം ജിയാൻലൂഗി ബഫൺ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇതൊരു പുതിയ കോമ്പറ്റീഷനാണ്, ഒരു പുതിയ ടൂർണമെൻറ്റ്. തീർച്ചയായിട്ടും എല്ലാ ക്ലബ്ബുകളെയും അത് മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. സംടൈംസ് പല സിറ്റുവേഷനുകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, ഫുട്ബോൾ സംതിങ് ന്യൂ കൊടുക്കണം എങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, ഇന്നൊവേഷൻ നടക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം 2023 തൻ്റെ അവസാന പ്രൊഫഷണൽ മത്സരവും കളിച്ച് വിട പറഞ്ഞ ആളാണ് ജിയാൻലൂഗി ബഫൺ. 28 കൊല്ലക്കാലം നീണ്ട കരിയറായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കാൻ താല്പര്യമുണ്ടോ? അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്ന മറുപടി, തീർച്ചയായിട്ടും ഞാൻ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിയും സംഭവിച്ചുകൂടായില്ലല്ലോ, ആർക്കറിയാം, ഇനിയും എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറി കളിക്കാവുന്നേ ഉള്ളൂ, അതിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം തമാശ രൂപേണ പറയുന്നത്. ഇതവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് USA. ആ വാക്കുകൾ കൂടി നമുക്ക് അദ്ദേഹം പറയുന്നു, ലോകത്ത് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം USA-യോളം നല്ലൊരു സ്ഥലം വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് മറ്റൊരു ലെവലിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. USA ഫുട്ബോൾ കൾച്ചറും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് എക്സ്പാൻഡ് ചെയ്യുന്നു, ഒരു സംശയം വേണ്ട. അമേരിക്കാസിന്, അതായത് USA മാത്രമല്ല നോർത്ത് അമേരിക്കക്കും ലാറ്റിൻ അമേരിക്കക്കും ഒക്കെ ഇപ്പോൾ കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടീമുകളുണ്ട്. മാത്രമല്ല യൂറോപ്യൻ ക്ലബ്ബുകളിലും അവരുടെ മികച്ച താരങ്ങളുണ്ട്. പിന്നെ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, USA വിമൻസ് നാഷണൽ ടീം വളരെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ടീമാണ്. എന്തായാലും ഇതൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സോക്കറിനെ നല്ല രൂപത്തിൽ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ബഫൺ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.